ഷുഗർ വില്ലനാണ്, ഷുഗർ മാത്രം ഒഴിവാക്കിയാൽ പ്രമേഹം മാറുന്നുള്ള കൺസെപ്റ്റ് മാറ്റണം. പിന്നെ നമ്മുടെ പ്ലേറ്റിനെ പറ്റി ധാരണ വേണം. പ്ലേറ്റിൽ എപ്പോഴും ഒരു 1/4 നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, അത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയും. നമ്മൾ സാധാരണ കഴിക്കുന്ന ദോശ, ചപ്പാത്തി, പുട്ട് എല്ലാം റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതൊരു 1/4 എടുക്കുക. പോർഷൻ കൺട്രോൾ, എടുക്കേണ്ടെന്നല്ല പറയുന്നത്, ആ ഒരു അളവിൽ ലിമിറ്റ് ചെയ്യുക. ഇപ്പോൾ മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ, പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെങ്കിൽ, പ്രോട്ടീൻ ആവശ്യമാണ്, നമ്മൾ തീരെ ഒഴിവാക്കാനല്ല, അതും ആവശ്യമാണ്, അത് 1/4 എടുക്കുക. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സാലഡ്സ് ആണ്. അത് 50% പ്ലേറ്റ് എടുക്കണം. പിന്നെ സ്നാക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കണം. സ്നാക്ക് ഹെൽത്തി എന്ന് വെച്ചാൽ ബിസ്ക്കറ്റ്സ്, റസ്ക്, ഇങ്ങനെയുള്ള സ്നാക്സാണ് നമ്മൾ. പിന്നെ കേക്ക്, ബേക്കറി, എണ്ണക്കടികൾ, ഇതൊക്കെയാണ് നമ്മുടെ സ്നാക്ക്. പക്ഷേ സ്നാക്ക് ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ നിലക്കടല എടുക്കാം, നട്ട്സ് എടുക്കുക. ഇതൊന്നും എക്സ്പെൻസീവ് അല്ല. 6-7 നിലക്കടല എടുക്കാം. ഒരു ദിവസം 20 നിലക്കടലൊക്കെ എടുത്താൽ മതി. പിന്നെ പാൽ കുടിക്കാം, ഒരു ഗ്ലാസ്. പാലിന് ഇഷ്യൂസ് ഒന്നുമില്ലെങ്കിൽ പാൽ കുടിക്കാം. ഒരു എഗ്ഗ് കഴിക്കാം. കൂടുതൽ എഗ്ഗ് കഴിക്കണമെന്ന് പറയില്ല, പക്ഷേ പ്രോട്ടീനായിട്ട് എഗ് വൈറ്റ് കൂടുതൽ ഉൾപ്പെടുത്താം. പിന്നെയുള്ളത് നമ്മൾ ചിയാ സീഡ്സ് പോലുള്ള സാധനങ്ങൾ വേണമെങ്കിൽ തൈരിലോ പാലിലോ മിക്സ് ചെയ്തിട്ട് ഒരു സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഈ രീതിയിൽ ഭക്ഷണം എടുത്താൽ നമുക്ക് വിശപ്പുണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പം കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുമ്പോഴുള്ള പ്രശ്നം, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സാണ് ഞാൻ പറയുന്നത്. നമ്മൾ പുട്ട്, ഇഡ്ഡലി, ദോശ, ഇതൊക്കെ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് കൂടും. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള ആളാണെങ്കിൽ ഇൻസുലിൻ കുറേ വന്നിട്ട് അത് നോർമലാക്കും. ഈ ഇൻസുലിൻ നോർമലാക്കുമ്പോൾ നമ്മൾ ഷുഗർ കുറയും. ഇത് പെട്ടെന്ന് കൂടുന്നതുകൊണ്ട് പെട്ടെന്ന് കുറയും. അന്നേരം നമുക്ക് നല്ല ക്രേവിങ് വരും, വിശപ്പ് വരും. അന്നേരം എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നതോ റസ്ക്, ബിസ്ക്കറ്റ്, അത് വീണ്ടും ഇതേ പ്രോസസ്സ് കൂട്ടും, കുറയും. ഈ കൂട്ടൽ കുറയ്ക്കൽ കുറേ മൗണ്ടൻസ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ. അത് നമ്മൾ അറിയില്ല. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് ഇൻസുലിൻ കൂടുന്ന അവസ്ഥ. ഈ ഇൻസുലിൻ കൂടുന്ന അവസ്ഥ പോയിട്ടാണ് നമ്മളെ ഓർഗൻ്റെ ഓരോ ഇഷ്യൂസ് വരുന്നത്.